കൺഗ്രാറ്റ്സ്. താങ്ക്സ്. ഇന്ത്യയിൽ തന്നെ വെച്ച് ഏറ്റവും ടഫസ്റ്റ് ആയ എക്സാംസ് ആണ് IITയും NIDയും. അതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? പ്രിപ്പറേഷൻസ് പറയാൻ സാധാമാതിരി തുടങ്ങി. പിന്നെ എക്സാംസ് എടുത്തപ്പോൾ ഒന്നും പാടെ ഫോക്കസ്ഡ് ആക്കി. ഡ്രോയിങ് പാർട്ടിൽ ഒന്നും പാടെ ഞാൻ വീക്കായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഫോക്കസ് ആക്കി. പിന്നെ പാർട്ടിയൊക്കെയുള്ളതും അത്യാവശ്യം നോക്കിയിരുന്നു. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആയിരുന്നു യൂസ് ചെയ്തത്? മെറ്റീരിയൽസ് കോമൺ ആയിട്ടുള്ള ജസ്റ്റ് സാധാ ഡ്രോയിങ്ങിന് ഉപയോഗിക്കണ ടീച്ചേഴ്സ് റെക്കമെൻഡ് ചെയ്ത സാധനങ്ങൾ. പിന്നെ ഗായയിലെ മോക്ക് ടെസ്റ്റ് ഒക്കെ ഹെൽപ്പ് ചെയ്തു? ഹെൽപ്പ് ചെയ്തു, നല്ല ഹെൽപ്പ് ചെയ്തിരുന്നു. എക്സാമിൻ്റെ ഒരു ടഫ്നെസ് ഒക്കെ അറിയാൻ ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ UCD ക്ലിയർ ആയി. IITക്ക് ഇപ്പോൾ എന്തായാലും സീറ്റ് ഉറപ്പാണ്. NIDൻ്റെ രണ്ടാമത്തെ റൗണ്ടിനും ഷോർട്ട് ലിസ്റ്റഡായി. ഇനിയിപ്പോൾ NID കിട്ടിയ IIT ആണോ NID ആണോ? NID അഹമ്മദാബാദ് കിട്ടുകയാണെങ്കിൽ NID പോകണം എന്ന് തന്നെയാണ് താല്പര്യം. ടോപ്പ് ഡിസൈൻ ക്യാമ്പസ് ഇന്ത്യയിൽ NID അഹമ്മദാബാദ് അല്ല, അപ്പോൾ അതിനെ പോകണം താല്പര്യം. ഇപ്പോൾ അടുത്ത വർഷം നമ്മളും IITയും NID എൻട്രൻസ് എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ അസീൻ്റെ വക എന്താണ് പ്രിപ്പറേഷൻ സജസ്റ്റ് ചെയ്യുന്നത്? പ്രിപ്പറേഷൻ അറിയുമ്പോൾ IIT ആകുമ്പോൾ ഒന്നും പാടെ പാർട്ടിയെ ഫോക്കസ് ചെയ്യുക. NID ആണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കണമെങ്കിൽ ഡ്രോയിങ്ങിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടും ഒപ്പം കൊണ്ടുപോകാൻ കഴിയും. എന്നാലും നമ്മൾ വീക്ക്നെസ് എവിടെ കണ്ടെത്തി അവിടെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്.